ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഇന്ന് നമ്മൾക്കൊരു ബിരിയാണി ഉണ്ടാക്കാം. നല്ല എളുപ്പത്തിൽ മലബാർ സ്റ്റൈലിലുള്ളൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അല്ലേ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾക്ക് ഉള്ളി വറുത്തെടുക്കാം, സവാള. അപ്പോൾ അത് വറുത്തെടുക്കുമ്പോൾ നല്ല സ്ലൈസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക, നല്ല തിന്നായിട്ട്. അതിന് ശേഷം നന്നായിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലിട്ട് നല്ല ബ്രൗൺ കളർ ആവണത് വരെ വറുത്തെടുക്കാം. അപ്പോൾ ഇതിനി ഒന്ന് കോരി മാറ്റിയെടുക്കാം. അതിനുശേഷം ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ തന്നെ വറുത്തെടുക്കാം. അതിനുശേഷം ഇനിയിപ്പോൾ ഈ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് ഉള്ളി ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് വരണം. അതിനുശേഷം ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് പേസ്റ്റ് പോലെ ആക്കണ്ട. പിന്നെ പച്ചമുളക് നമ്മൾ നന്നായിട്ട് എരിവിനനുസരിച്ചിട്ട് ഇവിടെ തന്നെ എടുക്കുക. കാരണം വേറെ മുളക് പൊടി ഒന്നും ഉപയോഗിക്കാൻ പോണില്ല, പച്ചമുളകിൻ്റെ എരിവാണ്. അപ്പോൾ ഇനി പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ഗരം മസാല ചേർക്കുക. 1 സ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ഇതിലോട്ട് തക്കാളി ചേർക്കണം. ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ഒരു വലിയൊരു തക്കാളി. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വഴണ്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് പച്ചക്കറികൾ ഇടാം. ഞാനിവിടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും അതുപോലെ വേവിച്ച് വെച്ച ഗ്രീൻ പീസും കൂടിയിട്ടാണ് ഇടുന്നത്. പിന്നെ നമ്മൾക്കിപ്പം പച്ചക്കറികൾ ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ഇടാം. ഇനി അഥവാ പച്ചക്കറി വേണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് പകരം ചിക്കനോ മീറ്റ് എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഇനി ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം പിന്നെ നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഈ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിലോട്ട് ചേർക്കുക. പിന്നെ പുതിന ഇല, മല്ലിയില ഒക്കെ ചേർക്കുക. അതിനുശേഷം ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിക്കാൻ വെക്കണം. പട്ടാണിയൊക്കെ ഒന്നുകൂടെ നല്ലപോലെ വേവണം. ഞാനിപ്പോൾ ഒരു 3/4 ഭാഗമോളെ വേവിച്ചിട്ടുള്ളൂ പട്ടാണി. അപ്പോൾ ഇനി മൂടി വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾക്കിപ്പം ബിരിയാണി അരി ഞാൻ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 250 ml ആണ് കപ്പ്. അപ്പം 2 കപ്പിനുള്ള അളവാണ് ബാക്കിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അളവെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ അത് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് കുതിർക്കാൻ വയ്ക്കുക. ഒരു 10 മിനിറ്റ് ഞാൻ കുതിർക്കാൻ വയ്ക്കണുള്ളൂ. അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്രീൻ പീസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ അപ്പം ഓഫ് ചെയ്യുക. പിന്നെ ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് പട്ട, ഏലയ്ക്ക, ജാതിക്കയുടെ പത്രി, പിന്നെ തക്കോലം, അതുപോലെ തന്നെ ഗ്രാമ്പൂ ഇടുക. പിന്നെ വലിയ ജീരകവും അതേപോലെ തന്നെ ഷാ ജീരകവും കൂടിയിട്ട് ഇടുക. അതിനുശേഷം കുറച്ച് ഉള്ളി ഇടുക. ഒരു 1-2 ടേബിൾ സ്പൂണോളം ഉള്ളി ഇട്ടാൽ മതി. ഇതിൽ കൂടുതൽ ഉള്ളി ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് ഒരുവിധം ഫ്രൈ ആയിട്ട് വരുമ്പം ഇതിലോട്ട് വെള്ളം ചേർക്കുക. സാധാരണ പോലെ തന്നെ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. മൂടി വെച്ച് തിളപ്പിക്കുക. അപ്പം പെട്ടെന്ന് തിളച്ച് കിട്ടും. ഇനി തിളച്ചതിന് ശേഷം ഇതിലോട്ട് 1 സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അരി കുതിർത്ത് വാങ്ങി വെച്ചതാണ്, അതും കൂടിയിട്ട് ഇതിലോട്ട് ചേർക്കുക. അരിയിലൊട്ടും വെള്ളം പാടില്ല. ഇനി ഇതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. 1 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അരിയും വെള്ളവും ഒരേ ലെവലിൽ തന്നെ ആയിക്കോളും. അപ്പോൾ നമ്മൾക്ക് പിന്നെ വീണ്ടും സ്റ്റൗ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. കുറച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ അതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റി കിട്ടിക്കോളും. നല്ല കുറവിൽ വെക്കണം. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്നെടുക്കുന്നത്. അപ്പോൾ നോക്കിക്കുക, റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതുപോലെ കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ലെയർ ചെയ്യാം, നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കുക്കറിൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പം താഴെ മസാല ചേർക്കുക. അതിന് ശേഷം നമ്മൾക്ക് ചോറ് ചേർക്കുക. പിന്നെ ഞാനിതിൽ പൈനാപ്പിൾ ഇടുന്നുണ്ട്. പൈനാപ്പിൾ നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇല്ലെന്ന് വെച്ചാൽ കുഴപ്പമില്ല. പൈനാപ്പിൾ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി, അതുപോലെ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇടുക. പിന്നെ പുതിനയും മല്ലിയിലയും കൂടി ഇട്ട് കുറച്ച് ഇടുക. അതിനുശേഷം നെയ്യ് ഒഴിക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ മസാല ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞ വെള്ളം ഉണ്ടല്ലോ, പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മഞ്ഞ കളർ ജസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതും കൂടെ ചേർക്കുക ഇതിലോട്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ചോറും കൂടെ ചേർത്ത് വീണ്ടും പൈനാപ്പിളും ആ സംഭവങ്ങളൊക്കെ ചേർത്ത് വെക്കുക. അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഈ കുക്കറിൻ്റെ മൂടി അടിച്ച് വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഒന്ന്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇനി അഥവാ വെജ് വേണ്ടെന്ന് വെച്ചാൽ നമ്മൾക്ക് ചിക്കനോ എന്താണെന്ന് വെച്ചാൽ അതിന് പകരം ഇടാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം ട്രൈ ചെയ്തിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പം ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ. Don't forget to even click the bell button and subscribe. Don't forget to click the like button too. Bye.